മഹത്വം എൻ കൂടെ, നിഴൽ പോലെ കൂടെ, ആ സാന്നിധ്യമറിഞ്ഞിടുന്നേ. ഇന്നത്തെ ഗോസ്പല് 4 വാക്യങ്ങളിലാണ് പറഞ്ഞിരിക്കുന്നത്. ലൂക്കാസ് സുവിശേഷം 5-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. 12-ാം അധ്യായം തുടങ്ങുമ്പോൾ യേശു പട്ടണത്തിലാണ്. എന്നാൽ ഗോസ്പൽ അവസാനിക്കുമ്പോൾ 16-ാമത്തെ വാക്യം എത്തുമ്പോൾ യേശു വിജനപ്രദേശത്താണ്. അതിന് കാരണം യേശു പട്ടണത്തിൽ നിൽക്കുമ്പോൾ യേശു ഒത്തിരി വൈറലായി തുടങ്ങി. ഒരു കുഷ്ഠരോഗി വന്നു അവനെ സുഖപ്പെടുത്താൻ ചോദിച്ചു. സുഖപ്പെടുത്തി. ആരോടും പറയരുതെന്ന് പറഞ്ഞു. കാര്യം യേശുവിന് വൈറലാകാൻ താല്പര്യമില്ല. മറ്റുള്ളവരിനെ അറിയപ്പെട്ട് അതിലൊരു സന്തോഷം കണ്ടെത്താൻ താല്പര്യമില്ല. എന്നാൽ അവൻ എല്ലായിടത്തും പോയി പറഞ്ഞു. അവൻ യേശുവിനെ വൈറലാക്കിയപ്പോൾ യേശുവിന് അത്ര കംഫർട്ട് സോൺ ഫീൽ ചെയ്തില്ല. അതുകൊണ്ട് യേശു വിഡ്രോ ചെയ്ത് യേശു ഒറ്റയ്ക്ക് പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആരുമില്ലാത്ത സ്ഥലം, വിജന സ്ഥലം, ജനങ്ങളില്ലാത്ത ഇടം, അവിടെ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എല്ലാവർക്കും ഇപ്പോൾ സെലിബ്രിറ്റി ആകാനാണ് ഇഷ്ടം. സോഷ്യൽ മീഡിയ വഴി മറ്റുള്ളവർ അറിയപ്പെടുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആകാനാണ് പലർക്കും താല്പര്യം. അങ്ങനെയുള്ള ഒരു ലോകത്ത് യേശുവിൻ്റെ ഇന്നത്തെ ലൈഫ് സ്റ്റൈല് നമുക്കൊക്കെ ഒരു ചലഞ്ചിങ് ആണ്. കാര്യം എന്നെ എല്ലാവരും അറിയണമെന്നും ഞാനൊരു അറിയപ്പെടുന്ന ആളായി മാറണമെന്നൊക്കെ ചിന്തിക്കുന്നിടത്ത് ഈ പിൻവലിഞ്ഞ് എന്നെ ആരും അറിയണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവമല്ലേ, അതൊരു വ്യത്യസ്തമായ ചിന്ത തന്നെയാണ്. എന്നാലും യേശു എന്തുകൊണ്ടായിരിക്കും ഇത് ആരോടും പോയി പറയരുതെന്ന് കുഷ്ഠരോഗിയോട് പറഞ്ഞത്? കാര്യം നല്ല കാര്യമല്ലേ. നല്ല കാര്യമൊന്നും മാത്രമല്ല, കുറച്ചും കൂടെ പോപ്പുലാരിറ്റി കിട്ടുന്ന ഒരു പരിപാടിയല്ലേ. നമുക്ക് വല്ലതാണ് ഇങ്ങനത്തെ വല്ല കഴിവുണ്ടായിരുന്നെങ്കിൽ നമ്മൾ തകർത്തേനെ. പക്ഷേ യേശു അങ്ങനെ തകർക്കാൻ പോയില്ല. എന്തുകൊണ്ടായിരിക്കും ആരോടും പറയേണ്ടെന്നൊക്കെ പറഞ്ഞത്? എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ യേശു ചിന്തിച്ചിട്ടുണ്ടാകും, ഇത് കേട്ടാൽ എല്ലാവരും കയ്യടിക്കും, എല്ലാവരും കൊള്ളാമെന്ന് പറയും. എന്നാൽ യേശുവിന് ജനങ്ങളുടെ കയ്യടിയോ ജനങ്ങളുടെ കൊള്ളാവുന്ന വാക്കോ ഒരർത്ഥവും ഇല്ല എന്ന് യേശുവിന് നന്നായിട്ടറിയാം. അതായിരുന്നു യേശുവിൻ്റെ പ്രത്യേകത. മനുഷ്യരുടെ കയ്യടിയിലും മനുഷ്യരുടെ വാക്കിലും ക്രിസ്തു ചുരുങ്ങിപ്പോയിട്ടില്ല. മറിച്ച് സ്വർഗത്തിലെ പിതാവിൻ്റെ കയ്യടിയിലാണ് അവൻ നിന്നത്. സ്വർഗത്തിൻ്റെ പിതാവിൻ്റെ വാക്കിലാണ് അവൻ ജീവിച്ചത്. അങ്ങനെ ഈ സ്വർഗത്തെ നോക്കി ജീവിച്ചവന് മനുഷ്യരുടെ കയ്യടിയും മനുഷ്യരുടെ വാക്കുകളും പ്രസക്തമല്ല. നമ്മൾ ഓർക്കേണ്ടത്, നമ്മളിങ്ങനെ മനുഷ്യരുടെ കയ്യടിക്ക് വേണ്ടി, ലൈക്കിന് വേണ്ടി, ഷെയറിന് വേണ്ടി, കമൻറ്റിന് വേണ്ടി നമ്മൾ ചെയ്തു കൂട്ടുന്ന കോമാളിത്തരങ്ങളൊക്കെ ചിലപ്പോൾ സ്വർഗം കൈയടിച്ചൊന്നും വരില്ല. ഈ മനുഷ്യരുടെ കൈയടിച്ചൊക്കെ ഒരു പരിധിയുണ്ട്. ഒരു വാട്സപ്പ് സ്റ്റാറ്റസിന് 24 മണിക്കൂറിൻ്റെ വാലിഡിറ്റി ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നീട് അത് ഡിസപ്പിയർ ആവും. നിങ്ങൾ ആഗ്രഹിച്ചാൽ പോലും അത് അവിടെ ഉണ്ടാവില്ല. അത്രയൊക്കെ ഉള്ളൂ. നമ്മൾ നേടുന്ന കയ്യടിയൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഫേഡ് ഔട്ട് ആവും. പുതിയ കാര്യങ്ങൾ വരുമ്പോൾ ട്രെൻഡിങ് ആയിട്ട് മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ പിടിച്ചു നിൽക്കാൻ എത്ര കാലം നമുക്ക് പറ്റും? എന്നാൽ ദൈവത്തിൻ്റെ കയ്യടിയാണെങ്കിൽ, ദൈവത്തിനുള്ള ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവസാനം വരെ അത് എന്നും സ്വർഗത്തിൻ്റെ കയ്യടിയായിരിക്കും, സ്വർഗത്തിൻ്റെ നല്ല വാക്കായിരിക്കും. എനിക്ക് തോന്നുന്നു നമ്മളിനി വൈറലാകേണ്ടത് സ്വർഗത്തിലാണ്, അല്ലാതെ ഭൂമിയിലെ മനുഷ്യൻ്റെ മുമ്പിലല്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മഹത്വം എൻ കൂടെ, നിഴൽ പോലെ കൂടെ, ആ സാന്നിധ്യമറിഞ്ഞിടുന്നേ. മഹത്വം എൻ കൂടെ, നിഴൽ പോലെ കൂടെ, ആ സാന്നിധ്യമറിഞ്ഞിടുന്നേ. ആത്മാവിനാൽ എന്നെ നയിക്കണമേ, ആ സ്നേഹത്താൽ എന്നെ എന്നും ചേർത്തിടണേ. ആത്മാവിനാൽ എന്നെ നയിക്കണമേ, ആ സ്നേഹത്താൽ എന്നെ എന്നും ചേർത്തി
സിംഹാസനത്തിൽ ഓടിയണഞ്ഞു എൻ താലനെന്ന് ഞാൻ വിളിക്കുമ്പോൾ മാർവോടു ചേർത്തിടുന്ന എൻ പ്രാണനാകും എൻ യേശുനാഥൻ. ദാസനായ എന്നെ പുത്രനാക്കി മാറ്റി, രാജകീയ പുരോഹിത വർഗമാക്കി മാറ്റി. അന്യനെന്ന മേലെടുത്ത് നീക്കി, ക്രിസ്തുവാകും പാറമേൽ നിർത്തി. അന്യനെന്ന മേലെടുത്ത് നീക്കി, ക്രിസ്തുവാകും പാറമേൽ നിർത്തി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മേൽത്തരമായ അംഗീകളാലും മോതിരത്താലും ചെരുപ്പിനാലും കരുണയിൻ വാതിൽ തുറന്നെനിക്കായി സ്വർഗം സ്വീകരിച്ചെന്നെ ആഘോഷമായി. നഷ്ടമായ